വ്യവസായ ലോജിസ്റ്റിക് സേവനദാതാക്കളായ NDR വെയർഹൌസിംഗിന്റെ പുതിയ വെയർഹൌസിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആലുവ ചുണങ്ങംവെയിലിൽ പ്രവർത്തനം ആരംഭിച്ചു. NDR ഗ്രൂപ്പിന് കീഴിലുള്ള NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇതാ ബസ് പ്രസീദ് കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു. ഏകദേശം 250 കോടി രൂപ നിക്ഷേപത്തിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. പദ്ധതി പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതോടെ പ്രദേശത്തെ 300ഓളം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്കും ഈ സംരംഭം കരുതേകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഇപ്പൊ നമ്മൾ കുറെ കോഴ്സ് നടത്തുന്നുണ്ട്. നമ്മുടെ KCS, നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനം അസാം, ഇവരെല്ലാം ലോജിസ്റ്റിക് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത്ര പേര് സ്ത്രീകൾ അല്ലെങ്കിൽ ജോലിക്ക് എടുക്കാം എങ്കിൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് അതും ഗവൺമെന്റ് സംവിധാനം വഴി നമുക്ക് നൽകാൻ കഴിയും എന്ന് കൂടി സൂചിപ്പിച്ച് മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. NDR സ്പേസിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബുകളിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് NDR ആലുവയിൽ പ്രവർത്തനം വിപുലീകരിച്ചത്. FMCG, ഇ-കൊമേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഭരണ വിതരണ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാകും. കേരളത്തിലെ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ പ്ലാന്റ് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സപ്ലൈ ചെയിൻ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആലുവയിലെ ഈ സൗകര്യം സഹായിക്കുമെന്ന് NDR വെയർഹൌസിംഗ് CEO രാജ് ശ്രീനിവാസൻ പറഞ്ഞു. This facility represents not just a new infrastructure development, but our long-term commitment to supporting Kerala's economic growth and strengthening its logistics ecosystem. Over the last decade, India's supply chains have been transforming rapidly. Efficient logistics infrastructure has become a critical backbone for industries, commerce, and trade. Warehousing today is no longer just about storage. It is about enabling faster movement of goods, improving supply chain efficiency, and supporting businesses as they scale. NDR has committed an investment of approximately 250 crores towards the development of the Aluva facility. The project is expected to generate employment for nearly 300 people directly and indirectly, further supporting local economic growth and industrial development in this region. Kerala, with its strong consumption base, vibrant businesses and strategic location, has tremendous potential to benefit from modern logistics infrastructure. However, the availability of high-quality warehousing spaces has traditionally been limited. At NDR, we see this as an opportunity to contribute meaningfully to the state's growth story. This warehousing and industrial park has been developed to meet the evolving needs of businesses that require reliable, well-connected, and professionally managed logistics infrastructure. Our goal is to create facilities that help
companies operate more efficiently while also generating employment and supporting the local economy. We are grateful for the support and encouragement we have received from the Government of Kerala and through KSITC. ചടങ്ങിൽ അൻവർ സാദത്ത് MLA മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജു മത്തായി, 13ാം വാർഡ് കൌൺസിലർ LC ജോസഫ് എന്നിവർ ആശംസ നേർന്നു. N അമൃതേഷ് റെഡ്ഡി, മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യ സ്പേസ്, നന്ദി പ്രകാശിപ്പിച്ചു. It's difficult to work and all that. Kerala is not difficult to work. Kerala is just that you need to follow norms and everything will be done. Thank you so much for the entire Kerala state and the people of Kerala for welcoming us here and ensuring that the first building comes up in a record time. Thank you so much.